ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാനൊരു ഗ്രിൽഡ് ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവണിൽ നമുക്ക് ഇതെങ്ങനെ ഗ്രില്ല് ചെയ്യുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ വെയിറ്റ് വരുന്ന ഷേരി ഫിഷാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മസാല പുരട്ടി വെക്കാൻ വേണ്ടി നല്ലപോലെ വരഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിവിടെ ഹോൾ സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്. 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു വഴനയില, ഒരു കഷ്ണം പട്ട എന്നിവയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ നേരിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കസൂരി മേത്തി. ഇത് ഓപ്ഷണലാണ്, ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചേർത്തു എന്നുള്ളൂ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. ഫുള്ളായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ചതച്ച കുരുമുളകുള്ളതുകൊണ്ട് അതെടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങയുടെ ഫുൾ ജ്യൂസായിട്ട് എടുത്തതാണത്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇവിടെ നല്ല പോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫിഷിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ എല്ലാ ഭാഗത്തായിട്ടും നമുക്ക് ഈ മസാല മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷിലും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലിംഗ് റാപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതിനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഫിഷ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് റാപ്പിംഗ് കവറൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഗ്രില്ല് ചെയ്തെടുക്കണം. ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊട്ടറ്റോ വെഡ്ജസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബേക്കിംഗ് ട്രേയിൽ ഒരു ബേക്കിംഗ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ ഒലീവ് ഓയിലൊക്കെ ചേർത്തിട്ട് മസാല മാരിനേറ്റ് ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് 1 ടീസ്പൂൺ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം നമുക്കിവിടെ ഓവൺ ആദ്യം പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. എന്നോട് ആ വീഡിയോ ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഒരു 230 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച ട്രേ ഇതിൽ വെക്കാം. ഞാനിതിൽ പൊട്ടറ്റോ വെഡ്ജസ് തയ്യാറാക്കുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇത് ആ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഫിഷും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓവൺ അടിച്ച് ഇതിൻ്റെ ഫങ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടെമ്പറേച്ചർ 230 ഡിഗ്രി സെൽഷ്യസ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ സെലക്ടർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അപ്പർ ലോവർ ഹീറ്റിംഗ് എന്നുള്ള ഫംഗ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. 2 സൈഡും ഒരുപോലെ ഹീറ്റ് ചെയ്ത് കിട്ടും. അതവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 35 മിനിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതിന് മുകളിൽ ചെറുതായി അരിഞ്ഞ മല്ലിയില വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.